നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി ബ്ലോക്കിംഗ് ആണ് ചെയ്യാനായി പോകുന്നത്. ആ ഒരു ടെക്നിക്കാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള പ്രണയബന്ധത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങളാണോ ഉള്ളത്, അതെല്ലാം ഇന്ന് ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങളുടെ മുഴുവനും പ്രശ്നങ്ങളും മാറിപ്പോകുന്നതാണ്. നെഗറ്റീവ് എനർജീസ് ബ്ലോക്ക് ചെയ്യുന്ന ടെക്നിക്കാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാനായി പോകുന്നത്. അതിന് മുൻപായി പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ വായനയിലേക്ക് കടക്കാം. ഇവിടെ ഈ വീഡിയോയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു നാരങ്ങയിൽ ഒരൽപ്പം മഷി ചേർത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പും കലർത്തിയിട്ടുണ്ട്. നെഗറ്റീവ് എനർജീസ് നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ടെക്നിക്ക് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം. നിങ്ങൾ ഈ ഒരു നാരങ്ങയിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുക. വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നോക്കാം. ഒരു 3 മിനിറ്റ് എങ്കിലും ഈ ഒരു നാരങ്ങയിലേക്ക് നോക്കേണ്ടതാണ്. എന്നിട്ട് എന്താണ് സങ്കല്പിക്കേണ്ടത് എന്ന് വെച്ചാൽ, നിങ്ങളുടെയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെയും ശരീരത്തിൽ നിന്നുള്ള എല്ലാവിധ നെഗറ്റീവ് ഊർജങ്ങളും ഈ ഒരു നാരങ്ങയിലേക്ക് പോകുന്നതായി, അതായത് ആവാഹിക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. നെഗറ്റീവ് എനർജിയെ നിങ്ങൾക്ക് ഏതൊരു കാര്യമായിട്ട് വേണമെങ്കിലും സങ്കല്പിക്കാം. അതായത് കറുത്ത പുകയായിട്ടോ അല്ലെങ്കിൽ വെള്ളമായിട്ടോ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ സങ്കല്പിക്കാവുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും നെഗറ്റീവ് എനർജികൾ ഈ ഒരു നാരങ്ങയിലേക്ക് അട്രാക്റ്റഡ് ആവുന്നതായിട്ട് അല്ലെങ്കിൽ അതിലേക്ക് ആവാഹിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും മുഖം മനസ്സിൽ നല്ല പോലെ ഓർക്കുക. വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്കിതൊരു 3 മിനിറ്റ് നേരം ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രോസസ്സ്. അതുപോലെ തന്നെ ഈ ഒരു വായന 2-3 പ്രാവശ്യം തുടർച്ചയായി കാണുവാനും ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. നോ കോണ്ടാക്ട് അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരും ബ്രേക്കപ്പ് അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരും ദാമ്പത്യ ജീവിതം തകർന്നിരിക്കുന്ന വ്യക്തികളാണെങ്കിലും എല്ലാവർക്കും നല്ല രീതിയിൽ ഇത് ഉപകാരപ്രദമാവുന്നതാണ്. അതുപോലെ വിശ്വസിച്ചുകൊണ്ട് വേണം ഈ ഒരു വീഡിയോ മനസ്സിലേക്ക് ഏറ്റെടുക്കാനായിട്ട്. അതിനുശേഷം കാർഡ്സിലൂടെ വായിക്കുന്ന വായനയും കൂടെ കേൾക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ കാർഡ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ഈ ഒരു നെഗറ്റീവ് എനർജി ബ്ലോക്കിംഗ് ഈ ഒരു റീഡിങ്ങിലൂടെ നമുക്കിവിടെ തീർച്ചയായിട്ടും ലഭിച്ചിട്ടുള്ളത് ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പലതരത്തിലുള്ള കഴിവുകൾ കൊണ്ട് മൂലം തന്നെ തേർഡ് പാർട്ടിക്ക് അമിതമായിട്ട് നിങ്ങളുടെ പ്രണയബന്ധത്തിലേക്കോ ദാമ്പത്യ ജീവിതത്തിലേക്കോ കടന്നു വരുവാനായി സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ അത്രത്തോളം ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രണയബന്ധത്തിനും ദാമ്പത്യ ജീവിതത്തിനും വേണ്ടിയിട്ട് നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കിവിടെ പ്രധാനമായും കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തി നിങ്ങളിലേക്ക് കുതിച്ചുയർന്ന് വരുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മുകളിലത്തെ 3 കാർഡുകൾ, പ്രധാനപ്പെട്ട 3 കാർഡുകൾ നോക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് 2 പേർക്കും സന്യാസ ജീവിതമായിരുന്നു ഇത്രയും കാലം എന്നുള്ള രീതിയിലാണ് കാർഡ്സ് വ്യക്തമാക്കുന്നത്. നിങ്ങൾ 2 പേരും ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ മടുപ്പ് തോന്നി തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിച്ച് മറ്റുള്ളവരുമായി വഴക്കിട്ടും വാക്കുതർക്കം ചെയ്തും പൊരുതിയും തേർഡ് പാർട്ടിയോട് യുദ്ധം ചെയ്തും മതിയായിരിക്കുന്നു. ഒറ്റയ്ക്ക് ജീവിച്ച്
മനസ്സിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന കാർഡാണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനും നിങ്ങളോട് എല്ലാ കാര്യവും തുറന്നു പറയാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ മനസ്സ് ഇതിങ്ങനെ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുമായി എപ്പോഴാണ് പുതിയൊരു തുടക്കം ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനയിലാണ് ഈ വ്യക്തി എപ്പോഴും മുഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സ്നേഹബന്ധത്തിനും അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിനും നീതി ലഭിക്കണം എന്നുള്ള രീതിയിൽ ഈ വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് സ്ട്രെങ്ത് കാർഡ് ലഭിച്ചിട്ടുള്ളത്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വഴി മാറിക്കൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ അത്രയും പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആത്മവിശ്വാസമോ അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസമോ സംതൃപ്തിയോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കണം. കാരണം തേർഡ് പാർട്ടിയുടെ അതിശക്തമായിട്ടുള്ള കടന്നുകയറ്റം കാരണം. പക്ഷെ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സൂര്യന്റെ ഊർജത്തെ തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതായത് ഇരുട്ടിന് ശേഷമുള്ള ഒരു വെളിച്ചത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് തികച്ചും വളരെയധികം എടുത്തു പറയേണ്ട ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയോ അല്ലെങ്കിൽ ഫോൺ കോളോ മെസ്സേജോ നിങ്ങളെ തേടി വരുന്നു എന്നുള്ളത് തന്നെയാണ് കാർഡ്സ് വ്യക്തമാകുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി എന്തൊക്കെയോ പലതരത്തിലുള്ള സമ്മാനങ്ങളോ അല്ലെങ്കിൽ നിങ്ങളോട് പ്രധാനപ്പെട്ടതായി എന്തൊക്കെയോ പറയുവാനായി ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി പലതരത്തിലുള്ള തയ്യാറെടുപ്പുകൾ ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വ്യക്തി ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങളുടെ കൂടെ തന്നെയാണ് എന്നാണ് കാർഡ്സ് വ്യക്തമാക്കുന്നത്. കാരണം ഈ വ്യക്തിയുമായി നിങ്ങൾക്ക് അത്രത്തോളം ആത്മബന്ധം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. എത്രത്തോളം തടസ്സങ്ങൾ വന്നാലും എത്രത്തോളം കടമ്പകൾ കടക്കേണ്ടി വന്നാലും നിങ്ങൾക്കതിനൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി ഈ ഒരു പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾക്കും ഈ വ്യക്തിക്കും ലഭിക്കുന്നുണ്ട്. അതിന് ഒരു സംശയവുമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ണടച്ച് വിശ്വസിക്കാം, ഈ വ്യക്തിയെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കാം. കാരണം നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹം ഉണ്ട് എന്നുള്ള സൂചനകളാണ് നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ചില സമയത്ത് ചില കാലഘട്ടത്തിൽ ഈ വ്യക്തി നിങ്ങളെ കുറച്ചു നാളത്തേക്കെങ്കിലും വേണ്ട എന്ന് വെച്ചതായി കാണിക്കുന്നുണ്ട്. അത് ഈ വ്യക്തിയുടെ കുറ്റം കൊണ്ടല്ല, പലതരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യം കാരണം കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെ വേണ്ട എന്ന് വെക്കേണ്ടി വന്നു. ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് വിവാഹം ചെയ്യേണ്ട വ്യക്തികളായിരുന്നായിരിക്കാം. പക്ഷെ ഈ വ്യക്തി വേറെ കല്യാണം കഴിച്ചു, നിങ്ങളെ തനിച്ചാക്കി ദൂരേക്ക് പോയി. പക്ഷെ ഇന്ന് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരാനാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ലവേഴ്സ് ആണെങ്കിൽ പോലും ഈ വ്യക്തി വിദേശത്തേക്കോ മറ്റ് ഏതെങ്കിലും സ്ഥലത്തേക്കോ പോയിട്ടുണ്ടാകാം. നിങ്ങളെ വിട്ട്, അതായത് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതിരിക്കാൻ വേണ്ടി, നിങ്ങളെ കാണാതെയും കേൾക്കാതെയും നിങ്ങളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതെയും എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കാനായിരുന്നു ഈ വ്യക്തി തീരുമാനിച്ചിരുന്നത്. പക്ഷെ അതിന് ഈ വ്യക്തി സാധിക്കുന്നില്ല. ഈ വ്യക്തിക്ക് അങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ വ്യക്തിയുടെ മനസ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ, ഓരോ കാര്യങ്ങളും തുറന്നു പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തിക്ക് മാനസികപരമായിട്ടുള്ള ശക്തിയോ ആത്മവിശ്വാസമോ ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഈ വ്യക്തിയുടെ ശരീരത്തിലും ആത്മാവിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും അതിൻ്റെതായ മാറ്റങ്ങൾ ഈ വ്യക്തിയുടെ പ്രവൃത്തിയിലും ചിന്താഗതികളിലും ഉള്ളതായി നമുക്കിവിടെ കാണാം. ഒരു കൂട്ടം പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു രക്ഷകനെ പോലെയോ അല്ലെങ്കിൽ രക്ഷകയെ പോലെയോ കടന്നു വന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് തന്ന ഓരോ വാക്കും ഈ വ്യക്തി പാലിച്ചതുമാണ്. പക്ഷെ പ്രധാനപ്പെട്ട വാക്ക് ഈ വ്യക്തിക്ക് പാലിക്കാൻ സാധിച്ചില്ല. അത് നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കുന്നതായിരിക്കാം, കല്യാണം കഴിക്കുന്നതായിരിക്കാം, നല്ലൊരു കുടുംബ ജീവിതമായിരിക്കാം. ആ വാക്കും കൂടെ പാലിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഈ വ്യക്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പലതരത്തിലുള്ള തടസ്സങ്ങൾ ഓരോന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. പല കർമ്മങ്ങളും തേർഡ് പാർട്ടി എനർജികളും മുൻ ജന്മത്തിൽ നിന്നും വന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും പോകാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് പോകുന്നില്ലെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു വായന കാണുവാനായി ശ്രമിക്കുക. ഈ വായനയുടെ തുടക്കത്തിൽ തന്നെ നാരങ്ങ പ്രയോഗത്തിലുള്ള ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് നിങ്ങളുടെയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെയും നെഗറ്റീവ് ഊർജം ആവാഹിക്കുന്നതായിട്ട് നല്ല രീതിയിൽ സങ്കല്പിക്കുക. ഇത് തുടർച്ചയായി കണ്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശരീരത്തിലും ചിന്തകളിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. റിയൂണിയൻ സംഭവിക്കാത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും റിയൂണിയൻ സംഭവിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അടുത്തേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വ്യക്തി തിരിച്ചു വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അത് തീർച്ചയാണ്, വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത്രയുമാണ് നമുക്ക് വായനയിൽ നിന്നും ലഭിച്ചിട്ടുള്ള സന്ദേശങ്ങൾ എന്ന് പറയുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.